Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? ആ ഒരു ഫസ്റ്റ് ഭാഗം ഒന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്? Yes, ma'am. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അവിടെ ഒരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഏതാണ് നയന? ലാസ്റ്റ് ഭാഗം, ലാസ്റ്റ് ആ പാരഗ്രാഫ് ആണോ? Yes, ma'am. ഓക്കെ കേട്ടോ. നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ലാർജ് ഹോസ്പിറ്റല് അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ ഹോസ്പിറ്റലുകളില്ലേ, ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകള്, നമ്മുടെ ചെറിയ ചെറിയ ഹോസ്പിറ്റൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കുറച്ച് വലിപ്പമുള്ളതാണ് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഒരു ചെറിയ ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ ആ വലിയ ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത് തന്നെ കുറച്ച് ലാർജ് ആയിരിക്കും. അവിടെ കുറെ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമുക്ക് ഒരാൾക്ക് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവാം അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റല് മൊത്തത്തിൽ മാനേജ് ചെയ്യുമ്പോഴോ അതൊരു വ്യക്തിക്ക് അത് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹെഡായിട്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങള് മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു അഡ്മിനിസ്ട്രേറ്റർ, മെയിൻ ആയിട്ടൊരു അഡ്മിനിസ്ട്രേറ്റർ മൊത്തമുള്ള കാര്യങ്ങൾ നോക്കാനുണ്ടാവും. ഇനി അവരുടെ കീഴില് അതാത് ഡിപ്പാർട്ട്മെന്റുകള് മാനേജ് ചെയ്യാനായിട്ട് മറ്റാരൊക്കെ ഉണ്ടാവും? അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും നിയമിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ അവിടെ മെയിൻ ആയിട്ടൊരു ഹെഡായിട്ട് അല്ലെങ്കിൽ ഓവറോൾ നോക്കാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അവരുടെ കീഴില് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും മാനേജ് ചെയ്യാനായിട്ട് മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ടായിരിക്കും. അതാണ് ലാർജ് ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഈ സ്മോൾ ഹോസ്പിറ്റൽ ആകുമ്പോൾ, ചെറിയ ആശുപത്രികളാകുമ്പോൾ അവിടുത്തെ സർവീസ് കൊടുക്കുന്നതൊക്കെ കുറവായിരിക്കും അല്ലെ? അതുപോലെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് പരമായിട്ടുള്ള ആക്ടിവിറ്റീസും ആ ഡിപ്പാർട്ട്മെന്റിന്റെ വലിപ്പവും കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ്, അത്രയും വലിയ ഹോസ്പിറ്റലിലുള്ള അത്രയും സ്റ്റാഫുകളുടെ ആവശ്യമോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ആവശ്യമോ ഇവിടെ വരുന്നില്ല അല്ലെ? അപ്പൊ ചിലപ്പോ ചെറിയ ഹോസ്പിറ്റലിൽ ചിലപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഉണ്ടാവുക. അല്ല എങ്കിലോ ആ ഹോസ്പിറ്റലിനെ മൊത്തത്തില് ഓവറോൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ നിയമിച്ചിട്ടുണ്ടാവുള്ളൂ. ക്ലിയർ ആയോ അത്? അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ എന്താ? ഇപ്പൊ നമ്മുടെ വലിയ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഇപ്പൊ ചെറിയൊരു ഹോസ്പിറ്റലും വലിയ ഹോസ്പിറ്റലും അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ വലിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതോ പുതിയതായിട്ടുള്ള നിയമനങ്ങൾ നടത്തുന്നതോ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്തിമ തീരുമാനമെടുക്കുന്നതും ആ മെയിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ, അതായത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്ററിന്റെ അനുവാദം വേണം. അത് കൂടാതെ ഫൈനൽ ആയിട്ടുള്ള അപ്രൂവൽ അല്ലെങ്കിൽ അന്തിമ അനുമതി അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നത് ആ മെയിൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. എന്നാൽ ചെറിയൊരു ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോഴോ അവിടെ ഒരാളാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ മാത്രം നമുക്ക് അന്തിമ അനുമതി മതിയാവും. ക്ലിയർ ആയോ അത് നയന? ഓക്കെ, നമ്മളെ പുതിയൊരു ഭാഗത്തേക്ക് പോവാണ്. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇത് എപ്പോഴും ഏത് ഭാഗത്തു നിന്നും ഇതിൽ ഈ ഒരു എലമെന്റ്സ് പറഞ്ഞിരിക്കുന്നതിൽ ഏതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. The elements of administration, that is post form എന്നാണ് ഷോർട്ട് ആക്കി നമ്മൾ പറയുന്നത്. ഈ ഓരോ എലമെന്റ്സിനെയും ഈ ഒരു വേർഡ് ചോദിച്ചിട്ട് അതിൽ പി എന്തിനെ സ്റ്റാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പി എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാം. ഏതിനെ ആയിരിക്കും പി സൂചിപ്പിക്കുന്നത്? പ്ലാനിങ് ആണ്. ഓരോ വേർഡ്സും
ഓരോ എലമെന്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഈ ഒരു പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന വേർഡ് തന്നിട്ട് പി എന്തിനെ സൂചിപ്പിക്കുന്നു, ഒ എന്തിനെ സൂചിപ്പിക്കുന്നു, എസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് എന്താണ് അല്ലെങ്കിൽ ഓർഗനൈസിങ് എന്താണെന്ന് തന്നിട്ട് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചുള്ളതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. നോക്കിയപ്പോ പോസ്റ്റ് കോർബിലെ നമ്മൾ ആദ്യം എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറയാൻ പോകുന്നത് പ്ലാനിങ് ആണ്. പി ഫോർ പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? നോക്കിയേ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആസൂത്രണം അല്ലെ? ആസൂത്രണം ചെയ്യാണ്. അപ്പൊ നമ്മളാണെങ്കിലും ഒരു കാര്യം ഇപ്പൊ ടൂർ പോകുന്നതോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നമുക്ക് എവിടെയെങ്കിലും പോകണം എന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകണമെങ്കിലോ നമ്മൾ പ്ലാനിങ്ങുകൾ നടത്താറില്ലേ? ആസൂത്രണങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നന്നായി ആസൂത്രണം ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് ഇവിടെ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു സർവീസ്, അപ്പൊ ആ ഒരു സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സർവീസ് നമുക്ക് നേടിയെടുക്കണം അല്ലെ? ആ സർവീസ് നടപ്പിലാക്കണം. ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ഒരു സർവീസ് നടപ്പിലാക്കണം. ആ നടപ്പിലാക്കുന്നതിന് മുൻപായി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പ്ലാനിങ് ചെയ്യണം. അല്ലെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കാം, ആരിലൂടെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചുള്ള ആസൂത്രണം ചെയ്യണം അല്ലെ? അതാണ് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം എന്നൊരു എലമെന്റിൽ വരുന്നത്. ഓക്കെ, planning is the process of thinking about the activities needed to gain a desired goal. ഒരു ആഗ്രഹിച്ച ലക്ഷ്യം അല്ലെ? ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിനായിട്ട് അല്ലെങ്കിൽ നിറവേറ്റുന്നതിനായിട്ടുള്ള തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ്. എന്താ ഒരു ആഗ്രഹിച്ച ലക്ഷ്യം നമുക്ക് നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മളും അങ്ങനെയല്ലേ? നമ്മളൊരു ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. നമ്മളാണ് പറയുന്നത് ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പൊ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ടൂർ പോവുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ പോവുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹിച്ച ലക്ഷ്യമാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിനുള്ളിൽ വേണം അല്ലെ? ആ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കും. എന്തൊക്കെ കാര്യങ്ങള് നമ്മൾ ആ ടൂർ പോയി അല്ലെങ്കിൽ ആ സ്ഥലത്ത് എത്തുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ അതിനുള്ളിൽ ചെയ്യണം, ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് അല്ലെ അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ലേ? ആ ഒരു ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതാണ് നമ്മുടെ ആഗ്രഹിച്ച ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ? ആ ഒരു ആഗ്രഹിച്ച ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആവശ്യമാണോ അതിനെ കുറിച്ചുള്ള ചിന്തിക്കുന്ന ആ ഒരു പ്രക്രിയ, തിങ്കിങ് പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then it is the first and foremost activity to attain desired result. ആഗ്രഹിച്ച ഫലങ്ങൾ നേടിയെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ ഒരു സർവീസ് കൊണ്ടുവരണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിൽ ആ സർവീസ് കൊണ്ടുവരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ സർവീസ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതിനു മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ആദ്യത്തേതുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ് അല്ലെ? എന്തൊരു സാധനം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടപ്പിലാക്കുമ്പോഴും നമ്മൾ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യണം അല്ലെ? നമ്മൾ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ ഒരു ടൂർ പോകുന്ന കാര്യം നമ്മൾ പറയുന്നത് ആ ഒരു ടൂർ പോകുന്നത് നമ്മൾ ചിന്തിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാം എന്നുള്ളത് നമ്മൾ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വരുമ്പോ മുതൽ നമ്മൾ അതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങുകൾ നടത്തും അല്ലെ? അല്ലാതെ നമുക്ക് ഒരു പെട്ടെന്ന് നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു കാര്യങ്ങളും നമുക്ക് അതിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും എന്തൊരു ആഗ്രഹിച്ച ലക്ഷ്യം അല്ലെങ്കിൽ എന്തൊരു ഗോള് നേടണമെങ്കിലും അതിന്റെ മുൻപുള്ള ആദ്യത്തെയും പ്രധാനവുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്താണെന്ന് ക്ലിയർ ആയോ? ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ഏതൊരു ആഗ്രഹവും നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് പ്ലാനിങ് ഓക്കെ ആണോ? ഓക്കെ.
നെക്സ്റ്റ് വരുന്നതാണ് ഓർഗനൈസിങ്. എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാല് സംഘടിപ്പിക്കുക അല്ലെ. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംഘടിപ്പിക്കുക. അപ്പൊ നമ്മളിപ്പോ നമ്മളെ ടൂറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ. നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്തു, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി ആസൂത്രണം ചെയ്തു അല്ലെങ്കിൽ പ്ലാൻ ചെയ്തു. അപ്പൊ അത് നടപ്പിലാക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം വേണ്ടേ. അതിനനുസരിച്ചുള്ള വാഹനം വേണം, അതിനനുസരിച്ചുള്ള ജീവനക്കാര് സ്റ്റാഫുകൾ വേണം അല്ലെ, ഡ്രൈവേഴ്സ് കാര്യങ്ങൾ വേണം. അതുപോലെ ആരെയൊക്കെ പോകുന്നുണ്ട് അവരെ നമ്മൾ സംഘടിപ്പിക്കണം അല്ലെ. നമ്മൾ ഒറ്റയ്ക്ക് ആരെങ്കിലല്ലേ ടൂർ പോകുന്നത്, മറ്റാരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, അവരെ നമ്മൾ സംഘടിപ്പിക്കണം അല്ലെ. അതെ, ഇപ്പൊ ചില സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ഗൈഡുകൾ വേണം, നയന പറഞ്ഞ പോലെ ഗൈഡ് വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ് എന്താണോ അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. സംഘടിപ്പിക്കുക. നോക്കി, ഓർഗനൈസിംഗ് കൺസിസ്റ്റ് of coordinating and allocating funds resources in order to execute its plans. ഒരു സ്ഥാപനം, ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു പ്ലാൻ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അനുവദിക്കണം, എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഏകോപിപ്പിക്കണം, അതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു പ്ലാൻ, ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ എങ്കിൽ ആ പ്ലാനുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ നമുക്കത് നടപ്പിലാക്കണമെങ്കിൽ ആരെയൊക്കെ അനുവദിക്കണം, അതാണ് അലോക്കേറ്റിംഗ് റിസോഴ്സ് എന്ന് പറയുന്നത്. റിസോഴ്സുകൾ അനുവദിക്കണം, അതിനാവശ്യമായിട്ടുള്ള ജീവനക്കാര് വേണം, അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് വേണം അല്ലെ, അതിനാവശ്യമായിട്ടുള്ള മറ്റ് എക്യുപ്മെന്റ്സുകളോ മറ്റു കുറെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് അനുവദിക്കുക. അതുപോലെ അവിടെ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുക. ഇതിനെയാണ് ഓർഗനൈസിംഗ് അല്ലെങ്കിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിന്റെയും പ്ലാൻ അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അതിന്റെ റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ അവർക്ക് അനുവദിക്കുക, അതിന് എല്ലാത്തിനെയും അത് മൊത്തത്തിൽ എന്ത് ചെയ്യുക, അതിന് നല്ല രീതിയിൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ മറന്നു പോയില്ലല്ലോ. അപ്പൊ നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്തു, നമ്മൾ അതിലേക്ക് അത് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഘടിപ്പിക്കണം, ഒരുപാട് ആളുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവയെല്ലാം സംഘടിപ്പിക്കുക, നല്ല രീതിയിൽ അത് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ അല്ലെ. ഓർഗനൈസിംഗ് അല്ലെങ്കിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഘടന ഉണ്ടാക്കുകയാണ്. ചിലപ്പോ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസിംഗ് അല്ലെങ്കിൽ സംഘടിപ്പിക്കലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ അല്ലെ, ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാവാം ഓർഗനൈസിംഗ് ചെയ്യേണ്ടത്, അല്ലെങ്കിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനുള്ളിൽ വരുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാവാം നമുക്ക് ഇങ്ങനെയുള്ള ഓർഗനൈസിംഗ് അല്ലെങ്കിൽ സംഘടിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നത്. ക്ലിയർ ആയോ? ഓർഗനൈസിംഗ് എന്താണ്? സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പ്ലാൻ നമ്മൾ മനസ്സിലാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുത്താല് ആ പ്ലാൻ എങ്ങനെ പ്രാവർത്തികമാക്കാം, അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ വിഭവങ്ങൾ വേണം അത് അനുവദിക്കുകയും അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് ഓർഗനൈസിംഗ് എന്താണ്? റെസ്പോൺസ് ഇല്ലാതെ. ഓക്കെ, then third one ആണ് സ്റ്റാഫിംഗ്. നോക്കിയേ, സ്റ്റാഫിംഗ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മളൊരു സർവീസ് ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ നടപ്പിലാക്കുന്നു, അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ വേണ്ടേ? അപ്പൊ അവരെ നിയമിക്കുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് അല്ലെ. ജീവനക്കാരെ നിയമിക്കുക അല്ലെങ്കിൽ തൊഴിലാളികളെ നിയമിക്കുക. സ്റ്റാഫിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ വിത്ത് അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻസ് or experience and recruiting them to fill a job position or role. ഏതെങ്കിലും ഒരു ജോബ് പൊസിഷൻ അല്ലെങ്കിൽ ജോലിയുടെ സ്ഥാനം, ഒരു ജോബ് അല്ലെ, അതിന്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റോള് ഏതാണോ നികത്തേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള നല്ല ക്വാളിഫിക്കേഷൻസ് അല്ലെ, നല്ല യോഗ്യതയുള്ളവരായിരിക്കണം, ആൻഡ് എക്സ്പീരിയൻസ് നല്ല അനുഭവ പരിചയമുള്ളവരായിട്ടുള്ള ശരിയായ തൊഴിലാളികളെ കണ്ടെത്തി നിയമിക്കുക, അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും ഏത് ജോലിയുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട പൊസിഷൻ ആണോ വേക്കന്റ് ആയി കിടക്കുന്നത്, അല്ലെങ്കിൽ ഏത് റോളാണോ നമ്മൾ നികത്തേണ്ടത്, ഏത് ടൈപ്പ് ജോലിയാണോ അവർക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്, ആ ജോലിക്കനുസരിച്ചുള്ള യോഗ്യതയുള്ളതും അതുപോലെ അനുഭവ പരിചയമുള്ളതുമായിട്ടുള്ള ശരിയായ തൊഴിലാളികളെ കണ്ടെത്തി നിയമിക്കുക. അതാണ് സ്റ്റാഫിംഗ്. ക്ലിയർ ആണോ? അത് സ്റ്റാഫിംഗ് അറിയാവുന്ന കാര്യമാണ് അല്ലെ നമുക്ക്. നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിയേ. ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ മാനേജേഴ്സ് ഡയറക്റ്റ്, guide and oversee the performance of the workers to attain goals already determined. ഇതിനകം നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിനുള്ള അവിടെയുള്ള വർക്കേഴ്സ് ആണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് അല്ലെ. നമ്മളൊരു സർവീസ് നടപ്പിലാക്കണം, ആ ഒരു സർവീസ് നല്ല രീതിയിൽ നടപ്പിലാക്കണമെങ്കിൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ ജീവനക്കാര് നന്നായി പെർഫോം ചെയ്യണം വേണ്ടേ. അപ്പൊ അവരുടെ നന്നായി അവർ പെർഫോം ചെയ്യണമെങ്കിൽ അവിടെയുള്ള മാനേജേഴ്സ് എന്ത് ചെയ്യണം? അവർക്ക് നല്ല രീതിയിൽ അവരെ നിർദ്ദേശങ്ങൾ നൽകണം, ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നന്നായി നൽകണം, അവരെ നല്ല രീതിയിൽ നയിക്കണം. അതുപോലെ അവർക്ക് ആവശ്യമാണ് അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള മേൽനോട്ടങ്ങൾ വഹിക്കണം അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നിർണയിച്ചിട്ട്, അതായത് ഇതിനകം നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവിടുത്തെ വർക്കേഴ്സ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ, അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അവരെ നയിക്കുക, അതുപോലെ അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് മേൽനോട്ടങ്ങൾ വഹിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? മാനേജേഴ്സ് ആണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് സിസ്റ്റം പ്രോസസ്. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ് ആണ്. അതായത് മാനേജേഴ്സ് നല്ലൊരു ലക്ഷ്യം നിറവേറ്റി, നമ്മുടെ ആ ഹോസ്പിറ്റൽ ലക്ഷ്യം എന്താ? നല്ലൊരു സർവീസ് നടപ്പിലാക്കുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ നല്ലൊരു സർവീസ് നടപ്പിലാക്കിയ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാര് നന്നായി പെർഫോം ചെയ്യണം. അവരുടെ പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക, അതുപോലെ അവരുടെ എല്ലാ പെർഫോമൻസ് അല്ലെങ്കിൽ വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും മേൽനോട്ടം വഹിക്കേണ്ടതും ആരാണ്? മാനേജേഴ്സ് ആണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഏതൊരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെയും ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. ക്ലിയർ ആണോ? ഡയറക്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോർഡിനേറ്റിംഗ്. അപ്പൊ ഈ പോസ്റ്റ് കോർബിന്റെ CO എന്ന് രണ്ട് വേർഡും കൂടി ഒരുമിച്ച് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. CO എന്ന് ഉദ്ദേശിക്കുന്നത് കോർഡിനേറ്റിംഗിനെയാണ് കേട്ടോ. ചിലർക്ക് ഡൗട്ട് വരാം. P for planning, O for organizing, S for staffing, D for directing and CO for കോർഡിനേറ്റിംഗ് ആണ് കേട്ടോ. നോക്കിയേ, കോർഡിനേറ്റിംഗ് എന്താണ്? കോർഡിനേഷൻ എന്ന് പറയുന്നത് ഏകോപിപ്പിക്കുക അല്ലെ. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ, integration, synchronization of the efforts of group members so as to give unity of action in the pursuit of common goals. ഇവിടെ എന്താ? ആ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ് അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു എഫേർട്ട് ആണെങ്കിൽ അവരുടെ ഒരു എഫേർട്ട് വഴിയാണ് നമുക്ക് നല്ലൊരു സർവീസ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ആ ഗ്രൂപ്പ് ഓഫ് ആളുകളെ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? ആ ഒരു എഫേർട്ട് ഇടേണ്ടത് ഫോർ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏകീകരിക്കുക അല്ലെ. യൂണിഫിക്കേഷൻ, അതുപോലെ തന്നെ എന്താണ്? അവരുടെ ഇന്റഗ്രേഷൻ, സിങ്ക്രണൈസേഷൻ മുതലായ കാര്യങ്ങള്. സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് സമന്വയം, ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താ? സംയോജനം, യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം അല്ലെ. ആ മൂന്ന് വേർഡുകൾ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിങ്ക്രണൈസേഷൻ.
അതായത് കോർഡിനേറ്റിംഗ് അല്ലെങ്കിൽ ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാല് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ എഫേർട്ട്, അവരുടെ ആ ഒരു ഫലം, അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് നല്ലൊരു സർവീസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവരെങ്ങനെയായിരിക്കണം? നല്ല സമന്വയത്തോടു കൂടി അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ട് നന്നായി സംയോജിച്ചുകൊണ്ട് എല്ലാവരും ഒരുപോലെ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഒരാള് ഞാൻ ഇന്നത് ചെയ്യില്ല അല്ലെങ്കിൽ മറ്റൊരു അങ്ങനെയല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ. അല്ലാതെ എല്ലാവരും അവരുടേതായ രീതിയിൽ ഒരു കോർഡിനേഷൻ ഒന്നും ഇല്ലാതെ പ്രവർത്തിച്ചാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടോ? ഇല്ല. അപ്പൊ അത് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു കോമൺ ഗോൾ അല്ലെങ്കിൽ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അവര് നല്ല രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടും സംയോജിച്ചുകൊണ്ടും പ്രവർത്തിക്കണം. അതിന് അനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് യൂണിറ്റി ഇൻ ആക്ഷൻ അല്ലെ, യൂണിറ്റി ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഐക്യം അല്ലെ. ഐക്യം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോമൺ ഗോള് അല്ലെങ്കിൽ ഒരു പൊതുവായ ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് ഒരു ഐക്യത്തോടു കൂടി നിന്ന് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് കോർഡിനേറ്റിംഗിൽ വരുന്ന കാര്യം. എപ്പോഴും ആ വരുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആരാണോ നമ്മുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരെപ്പോഴും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് അവരുടെ ഇടയിൽ നല്ലൊരു ഏകോപനം ഉണ്ടാക്കുക, നന്നായി സംയോജിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, അതുപോലെ തന്നെ നന്നായി സമന്വയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിൻക്രണൈസേഷൻ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ, കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. അതാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് നോക്കിയേ, റിപ്പോർട്ടിംഗ്. എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാല്? റിപ്പോർട്ടിംഗ് നമുക്കപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഇപ്പൊ ഓരോരുത്തരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. ഇപ്പൊ റിപ്പോർട്ടിംഗ് വഴിയാണ് നമ്മൾ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ്, അതായത് കൃത്യമായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് നല്ല റിസൾട്ട് കിട്ടുമോ, നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ, എല്ലാവരും കോർഡിനേറ്റ് ചെയ്താണ് പെർഫോം ചെയ്യുന്നത്, നല്ല സ്റ്റാഫിംഗ് കാര്യങ്ങൾ ചെയ്തോ, നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ടോ, നന്നായി അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തണമെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് റിപ്പോർട്ടുകളിലൂടെ മാനേജ്മെന്റിലേക്ക് അറിയിക്കണം. അതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം, ഒരു ഔപചാരിക സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. whereby relevant needed information is furnished to management with the help of report continuously. തുടർച്ചയായും നൽകുന്ന മാനേജ്മെന്റിന് തുടർച്ചയായി നൽകുന്ന റിപ്പോർട്ടുകളിലൂടെയാണ് ആവശ്യമായിട്ടുള്ള റെലവന്റ് ഇൻഫർമേഷൻസ് ആ ഒരു മാനേജ്മെന്റിലേക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഔപചാരിക സംവിധാനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിപ്പോർട്ടുകൾ നമ്മൾ തുടർച്ചയായി റിപ്പോർട്ടുകൾ ആ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയും ആ ഒരു ഇൻഫർമേഷൻസ് വെച്ച് കൃത്യമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, അവരുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ റിപ്പോർട്ട് ഈസ് ദ എസെൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും എസെൻസ് അല്ലെങ്കിൽ സത്ത് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോർട്ടുകളാണ്. റിപ്പോർട്ട്സ് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ് അല്ലെ. ഓരോ റിപ്പോർട്ടുകൾ വഴി കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ച് നമുക്ക് അവിടെയുള്ള ജീവനക്കാരുടെയും അവരുടെ പെർഫോമൻസ് ആക്ടിവിറ്റീസ് മുതലായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ സിസ്റ്റം അല്ലെങ്കിൽ ഔപചാരിക സംവിധാനമാണ്. അതിലൂടെ മാനേജ്മെന്റിന്റെ ഭാഗത്തേക്ക് തുടർച്ചയായി നൽകുന്ന റിപ്പോർട്ടുകളിലൂടെ ആവശ്യമായി വരുന്ന ഇൻഫർമേഷൻസ് നൽകാനും അതുവഴി അവിടെ നടക്കുന്ന പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും എസെൻസ് അല്ലെങ്കിൽ സത്ത് എന്ന് പറയുന്നത് റിപ്പോർട്ടുകളാണ്. ലാസ്റ്റ് വരുന്നതാണ് ബഡ്ജറ്റിംഗ് അല്ലെ. നമുക്കറിയാവുന്ന കാര്യമാണ് ബഡ്ജറ്റിംഗ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു എന്നൊക്കെ പഠിച്ചതല്ലേ. എന്താണ് ബഡ്ജറ്റിംഗ്? നോക്കി, ബഡ്ജറ്റിംഗ് ഈസ് ദ
process of designing a plan to spend money. This spending plan is called a budget. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Budgeting is the process of designing a plan to spend money. അല്ലെ, എത്ര രൂപ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ചിലവാക്കണം എന്നതിനെ കുറിച്ച് എന്നൊരു പ്ലാൻ ഡിസൈനിങ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെ, ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് എത്ര രൂപ ആ ഒരു ബഡ്ജറ്റ് നമ്മൾ ആ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ചെലവാക്കേണ്ടതായിട്ട് വരും എന്നതിനെ കുറിച്ചൊരു പ്ലാൻ ഡിസൈനിങ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെ, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാല് എപ്പോഴും ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എത്ര രൂപ, എത്ര മണി അല്ലെങ്കിൽ എത്ര പണം നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് ചെലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നതിനെ കുറിച്ചൊരു പ്ലാൻ ഡിസൈനിങ് ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ആ ചെലവാക്കേണ്ടതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടല്ലോ, സ്പെൻഡിങ് പ്ലാൻ, ആ സ്പെൻഡിങ് പ്ലാനെയാണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോസസ്, ആ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആ പ്ലാനിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? മേക്കിംഗ് ദി സ്പെൻഡിങ് പ്ലാൻ. ഇനി ഇങ്ങനെ ഒരു സ്പെൻഡിങ് പ്ലാൻ നമ്മൾ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ തയ്യാറാക്കുമ്പോൾ allows you to decide in advance whether you will have enough money to do the things you require to do or would like to do. അല്ലെ, നമുക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ വേണ്ടത്ര പണമുണ്ടോ, ചിലവാക്കാനായിട്ട് വേണ്ടത്ര പണം നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പെൻഡിങ് പ്ലാൻ വഴി സഹായിക്കുന്നു. അല്ലെ, നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ആവാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആകാം, അതിന് വേണ്ടത്ര പണം, അതിന് ചെലവാക്കാനായിട്ട് വേണ്ടത്ര പണം നമ്മുടെ കയ്യിലുണ്ടോ, ഇപ്പൊ നിലവിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്പെൻഡിങ് പ്ലാൻ തയ്യാറാക്കുന്നു വഴി സാധിക്കുന്നു. ആൻഡ് ബഡ്ജറ്റിംഗ് ഈസ് മിയർലി ബാലൻസിങ് എക്സ്പെൻസസ് വിത്ത് ഇൻകം. ഇനി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്തിനെയാണ് സഹായിക്കുന്നത്? നമ്മുടെ ചിലവുകളും നമ്മുടെ വരുമാനവും. അല്ലെ, എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചിലവാക്കേണ്ടത്? നമ്മുടെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം ചിലവുകൾ വരേണ്ടത്. അപ്പൊ എപ്പോഴും ഒരു ബഡ്ജറ്റിംഗ് തയ്യാറാക്കുമ്പോൾ, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ അത് എന്തിനെ സഹായിക്കുന്നുണ്ട്? നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ചിലവുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട്, സന്തുലിതാവസ്ഥയിൽ നിൽക്കാനായിട്ട്. എപ്പോഴും നമ്മുടെ ഇൻകത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ എക്സ്പെൻസ് വരേണ്ടത്. അല്ലെ, അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രോസസ് ആണ്. ഇതിനു വേണ്ടി എത്ര രൂപ നമ്മൾ ഒരു പ്രോജക്റ്റ് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും എന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ ഡിസൈനിങ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു സ്പെൻഡിങ് പ്ലാൻ, ചിലവാക്കേണ്ട ആ ഒരു പ്ലാൻ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പെൻഡിങ് പ്ലാൻ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതാണെങ്കിൽ കൂടിയും അതിന് എത്ര രൂപ നമ്മൾ ചെലവാക്കേണ്ടി വരും, അതിനാവശ്യമായിട്ടുള്ള പണം, വേണ്ടത്ര പണം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഇതുവഴി സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ഇൻകം, നമ്മുടെ വരുമാനവും നമ്മുടെ ചിലവിനെയും ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഈ ബഡ്ജറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ അത്? ക്ലിയർ ആണോ? ഓക്കെ, ആ ഒരു എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും ഉള്ളൂ കേട്ടോ. നമുക്കൊരു ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൂടുതലും വരാറുള്ള ഈ പോസ്റ്റ് ഫോർമില് പി എന്തിനെ സ്റ്റാൻഡ് ചെയ്യുന്നു, ഒ എന്തിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ബി എന്തിനെ സ്റ്റാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാനിങ്, എന്താണ് ഒരു ഓർഗനൈസിങ്, അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റാഫിങ്, അങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാം. ഇത് ഡാഷ് ഇസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റീസ് നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. ഏതാണ്, ഏത് പ്രോസസ് ആണത്? പ്ലാനിങ് ആണ്. അല്ലെ, അപ്പൊ അതുപോലെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടാവാം. ക്ലിയർ ആണോ ആ ഒരു ഭാഗം? എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ,
നെക്സ്റ്റ് ഭാഗമാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് റോളുകളുണ്ട്. അതിലൊരു 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുമ്പോൾ അല്ലെ, വ്യക്തിപരമായിട്ടുള്ള റോളുകള്. അപ്പൊ അവിടെ എന്തൊക്കെയായിരിക്കും? നമുക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിലനിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർപേഴ്സണൽ റോളുകൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരാം. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഫിഗർ ഹെഡ്. ആരാണ് ഫിഗർ ഹെഡ് എന്ന് പറയുന്നത്? തലവൻ അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന്റെ തലവനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം. അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു റോളിൽ ചിലപ്പോ അഡ്മിനിസ്ട്രേറ്റർ നിലനിൽക്കേണ്ടതായിട്ട് വരാം. രണ്ടാമതായി വരുന്നത് ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം. ലേസൺ. എന്താണ് ലേസൺ എന്ന് പറഞ്ഞാൽ? ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന വ്യക്തി എന്നാണ് ലേസന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. നല്ലൊരു ബന്ധം അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിലനിർത്തേണ്ടതായിട്ട് വരാം. അതാണ് ഇന്റർപേഴ്സണൽ റോളുകളിൽ വരുന്നത്. അപ്പൊ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന വ്യക്തികൾക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്റർപേഴ്സണൽ റോളുകൾ പ്ലേ ചെയ്യേണ്ടതായിട്ട് വരാം. അതിൽ ചിലപ്പോൾ തലവനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം, ഒരു ലീഡർ അല്ലെങ്കിൽ നേതാവായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ലേസൺ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട്, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കേണ്ടതായിട്ട് വരാം. സെക്കൻഡ് വൺ ആണ് ഇൻഫർമേഷണൽ റോള് അല്ലെ. ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട റോളുകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങള് മോണിറ്ററിങ് ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നത് കൃത്യമായിട്ടാണോ ചെയ്യുന്നത്, കൃത്യമായ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവര് റോൾ എന്തെങ്കിലും അല്ലെങ്കിൽ എന്താണ് അവര് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. രണ്ടാമതായിട്ട് വരുന്നത് ഡിസെമിനേറ്റർ അല്ലെങ്കിൽ പ്രചാരകൻ. എന്തായിരിക്കും ഡിസെമിനേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രചാരകൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അവരെന്താ പ്രചരണം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാവുമ്പോ എന്തായിരിക്കും പ്രചരിപ്പിക്കുക? ഇൻഫർമേഷൻസും ഐഡിയാസും ഒക്കെ അല്ലെ. ഇപ്പൊ ആളുകൾ മറ്റുള്ളവരുണ്ടല്ലോ ഹോസ്പിറ്റലിലെ മറ്റ് ജീവനക്കാർക്ക് നമ്മൾ ഇൻഫർമേഷൻസും ഐഡിയാസും ഒക്കെ സ്പ്രെഡ് ചെയ്യുക. അപ്പൊ ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഒരു ടീച്ചർ, അതൊരു എക്സാമ്പിൾ പറയാണ്. ടീച്ചർ എന്ന് പറയുന്നത് എന്തിന്റെ ഡിസെമിനേറ്റർ ആണ്? ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തിന്റെ ഡിസെമിനേറ്റർ ആണ്? അല്ലെങ്കിൽ പ്രചാരകരാണ്. എന്താണ് ടീച്ചേഴ്സ് നമുക്ക് പകർന്നു തരുന്നത്? എന്താ ടീച്ചേഴ്സ് പകർന്നു തരാറ്? എന്താണ് ആരും ഒന്നും ഇണ്ടാതിരിക്കുന്നേ? റെസ്പോണ്ട് ചെയ്യൂ. എന്താണ് നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പകർന്നു തരുന്നത്? അറിവ് അല്ലെ. വെരി ഗുഡ്. നോളജ് ആണ് അല്ലെ. അപ്പൊ നോളജിന്റെ ഡിസെമിനേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രചാരകരാണ് ആരെന്ന് പറയുന്നത്? ടീച്ചേഴ്സ് അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റലില് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും ഐഡിയാസും പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പകർന്നു കൊടുക്കുന്ന ആളുകളാണ് ഡിസെമിനേറ്റേഴ്സ്. അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സും അങ്ങനെയൊരു പ്രചാരകനായിട്ട് ചിലപ്പോ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ക്ലിയർ ആണോ അത്? ദെൻ സ്പോക്സ് പേഴ്സൺ. ആരാണ് സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ? വക്താവ് അല്ലെ. അവിടെ ഇപ്പൊ സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ വക്താവ് എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുക? ആരായിരിക്കും സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ വക്താവ്? റെപ്രസെന്റേറ്റീവായി നിന്നുകൊണ്ട് സംസാരിക്കുക അല്ലെ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെയോ ഒക്കെ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ അവരുടെ വക്താവായി നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? സംസാരിക്കുന്ന വ്യക്തിയാണ് സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റൽ പരമായിട്ടുള്ള അതിന്റെ റെപ്രസെന്റേറ്റീവായി നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ റെപ്രസെന്റേറ്റീവായിട്ട് അല്ലെങ്കിൽ വ്യക്താവായിട്ട് അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് നിന്ന് സംസാരിക്കേണ്ടതായിട്ട് വരാം അല്ലെ. അങ്ങനെ ഒരു റോളും ചിലപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ദെൻ മൂന്നാമതാണ് ഡിസിഷണൽ റോൾസ്. ഡിസിഷണൽ റോൾസ് എന്താ? തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട റോളുകൾ അല്ലെ. അതിലെന്താണ്? ഫസ്റ്റ് പറഞ്ഞ എന്റർപ്രണർ. എന്താണ്? ഒരു സംരംഭകൻ അല്ലെ. ആ ഒരു സംരംഭകൻ എന്ന നിലയിൽ, ആ ഒരു ബിസിനസിന്റെ സംരംഭകൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാം. ഡിസ്റ്റർബൻസ് ഹാൻഡിലർ. ആരാണ് ഡിസ്റ്റർബൻസ് ഹാൻഡിലർ എന്ന് പറഞ്ഞാൽ? എന്താ? ആ ഹോസ്പിറ്റലുമായി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയി ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെ, എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ പ്രോബ്ലംസോ ഒക്കെ ഹോസ്പിറ്റലിൽ ഫേസ്
ചെയ്തവരാണെങ്കിൽ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അവര് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. റിസോഴ്സ് അലോക്കേറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ അനുവദിക്കുന്ന വ്യക്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ ആവശ്യമാണെങ്കിൽ അവരെ അനുവദിക്കുക. ഇനി എന്തെങ്കിലും മെഷീൻസോ കാര്യങ്ങളോ മറ്റു സൗകര്യങ്ങളാണ് ആവശ്യമെങ്കിൽ അത് അനുവദിക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അനുവദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ആ നെഗോഷിയേറ്റർ ആരാണ്? നെഗോഷിയേറ്റർ ഇടനിലക്കാരൻ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന് നമുക്ക് പറയാം. ഇടനിലക്കാരനായിട്ടോ അല്ലെങ്കിൽ മധ്യസ്ഥരായിട്ടോ ഒക്കെ ആക്ട് ചെയ്ത് രണ്ട് വിഭാഗത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അല്ലെ നല്ലൊരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഡിസിഷണൽ റോൾസ് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന റോളുകളാണ് എന്ന് പറയുന്നത്. ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞേ, ഇന്റർപേഴ്സണൽ റോൾസ്. ഇതില് തലവനായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം, ഒരു ലീഡർ അല്ലെങ്കിൽ നേതാവായിട്ട് ആക്ട് ചെയ്യേണ്ടത് വരാം, അതുപോലെ ലേസൺ അല്ലെങ്കിൽ എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തിയായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഇൻഫർമേഷൻ റോൾസ് വരുമ്പോ നിരീക്ഷിക്കുന്നവനാവും അല്ലെ, എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആക്ട് ചെയ്യുന്നതായിട്ട് വരാം. ഡിസെമിനേറ്റർ അല്ലെങ്കിൽ പ്രചാരകൻ എന്ന നിലയിൽ ആക്ട് ചെയ്യുന്നതായിട്ട് വരാം. അപ്പൊ അതെന്താ അവിടെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകൾക്ക് നോളജ് ആൻഡ് ഇൻഫർമേഷൻസും നോളജും അതുപോലെ ഐഡിയാസ് ഒക്കെ പകർന്നു കൊടുക്കുന്ന ഒരാളായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് വരാം. സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് വരാം. ഇനി തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ ഡിസിഷണൽ റോൾസിൽ വരുമ്പോൾ എന്റർപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യുന്നതായിട്ട് വരാം, തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരാം. ഡിസ്റ്റർബൻസ് ഹാൻഡിലർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസുകളോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഒക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് വരാം, ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. റിസോഴ്സ് അലോക്കേറ്റർ വിഭവങ്ങൾ അനുവദിക്കുന്ന ഒരു വ്യക്തി, സ്റ്റാഫുകളാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഷീൻസോ എക്യുപ്മെന്റ്സോ മുതലായ മെറ്റീരിയൽസോ എന്തോ ആവാം, അത് അനുവദിച്ച് നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ നെഗോഷിയേറ്റർ ഇടനിലക്കാരൻ അല്ലെങ്കിൽ മധ്യസ്ഥർ പോലെയുള്ള രണ്ട് ഗ്രൂപ്പുകളെയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോയി നല്ലൊരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവിന്റെ പ്രധാന റോളുകൾ. ക്ലിയർ ആയോ? അത് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് സ്കിൽസ് നീഡഡ്. എന്തൊക്കെ സ്കില്ലുകളാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ആവശ്യമായി വരുന്നത്? ഫസ്റ്റ് നോക്കി, ടെക്നിക്കൽ സ്കിൽസ് വേണം. എന്താണ് ടെക്നിക്കൽ സ്കിൽസിൽ വരുന്നത് നോക്കി? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ഒരു പ്രത്യേക മേഖലയെ കുറിച്ച് അറിവും എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കുക അല്ലെ. ബട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഹോസ്പിറ്റലൊക്കെ പറയുന്ന ഒരു മേഖലയാണ് അല്ലെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആകുമ്പോൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രത്യേക ഹോസ്പിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള അറിവും പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. അതാണ് ടെക്നിക്കൽ സ്കില്ലിൽ പറയുന്നത്. നെക്സ്റ്റ് വന്നാണ് ഹ്യൂമൻ സ്കിൽസ്. എന്തായിരിക്കും ഹ്യൂമൻ സ്കിൽസിൽ പറയുന്നത്? ദ പൊട്ടൻഷ്യൽ ടു വർക്ക് വെൽ വിത്ത് അതർ പീപ്പിൾ അല്ലെ. മറ്റാളുകൾ, ഹോസ്പിറ്റൽ നമ്മളൊരു വ്യക്തിയല്ലല്ലോ, മറ്റൊരുപാട് വർക്കേഴ്സ് ജീവനക്കാരില്ലേ. അപ്പൊ മറ്റുള്ള ആളുകളുമായി നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതാണ് ഹ്യൂമൻ സ്കിൽസിൽ പറയുന്നത്. മൂന്നാമതായി പറയുന്നത് കോൺസെപ്ച്വൽ സ്കിൽസ് അല്ലെ. കോൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമാന്യ ബോധം അല്ലെ, അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും? ദ കപ്പാസിറ്റി ടു തിങ്ക് ആൻഡ് ജസ്റ്റിഫൈ അബൌട്ട് അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് വിച്ച് കൺസേൺസ് ദി ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും കോംപ്ലക്സ് അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാണ്, അല്ലെങ്കിൽ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അബ്സ്ട്രാക്ട് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കാം. ആ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളാണത് ഫേസ്
ചെയ്യുന്ന ആളുകൾ അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയി നിൽക്കുമ്പോൾ നമ്മളല്ലേ അത് ഫേസ് ചെയ്യുന്നത്. അത് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ പതിട്ട് പോയാലോ അവിടെ നമ്മൾ അത് തോറ്റു പോകും അല്ലെ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ളതോ നിഗൂഢമായിട്ടുള്ളതോ ഒരു സിറ്റുവേഷൻ വന്നോട്ടെ, അതിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ, ഇത് എന്താണ് ആ പ്രോബ്ലം, അത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കുറിച്ച് ചിന്തിച്ച് വളരെ ഇന്റൻസീവ് ആയിട്ട് അല്ലെങ്കിൽ തീവ്രമായിട്ട് ചിന്തിച്ച് നല്ല രീതിയിലുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിനുള്ളൊരു നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തുക. അതാണ് കോൺസെപ്ച്വൽ സ്കിൽസിൽ പറയുന്നത്. അപ്പൊ 3 സ്കിൽസ് ആണ് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ആവശ്യമായി വരുന്നത്. ഒരെണ്ണം നേതാ പറഞ്ഞേ ടെക്നിക്കൽ സ്കിൽസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതെന്താ, ഒരു പ്രത്യേക മേഖലയിലെ അറിവും പ്രാവീണ്യവും ഉള്ളവരായിരിക്കണം ആരെന്ന് പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹ്യൂമൻ സ്കിൽസ് അല്ലെ, അതിലെന്താ പറയുന്നത്, ഹോസ്പിറ്റലിലെ മറ്റുള്ള ജീവനക്കാരോട് കൂടി സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മൂന്നാമതായി പറഞ്ഞ കോൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനം, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട നമ്മൾ പറയുന്നത് അല്ലെ, ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും നിർണായകപരമായിട്ടോ അല്ലെങ്കിൽ സങ്കീർണമായിട്ടോ അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വരുമ്പോ അതിനെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ നന്നായി അതിനെ കുറിച്ച് ചിന്തിക്കാനും വളരെ തീവ്രമായി ആഴത്തിൽ അത് ചിന്തിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള അത് സോൾവ് ചെയ്യാനുള്ള നല്ല മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാനായിട്ട് നന്നായി കൈകാര്യം, ആ ഒരു സിറ്റുവേഷൻ നന്നായി കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കൂടി ആർക്കുണ്ടായിരിക്കണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ സ്കിൽസ് നീഡഡ്? ക്ലിയർ ആണോ? ഓ, നെക്സ്റ്റ് നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് all about running the department in a smooth manner അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ സുഗമമായി നടത്തുക എന്നുള്ളതാണ് അല്ലെ. Then although some roles may involve direct patient care, many hospital administrators maintain little to non-patient contact. ഇനി ചില സമയങ്ങളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പേഷ്യന്റ് അല്ലെങ്കിൽ രോഗി പരിചരണത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ പല ഹോസ്പിറ്റലുകളിലും അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവാറുമില്ല. അത് വ്യത്യാസം ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റൽസിനനുസരിച്ച് അവരുടെ ഡ്യൂട്ടിയിൽ വ്യത്യാസം ഉണ്ടാവും. ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്ത് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും, നേരിട്ട് രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരാം. എന്നാൽ മിക്ക ഹോസ്പിറ്റലുകളിലും അവർക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലായിരിക്കും പേഷ്യൻസുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാകുന്നത്, വളരെ ചെറിയ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവാതെയും ഇരിക്കാറുണ്ട്. Then they may have a variety of responsibilities. അവർക്ക് പല വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അല്ലെ. ലൈക് മാനേജിങ് ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ്, എന്താണ് ഡിപ്പാർട്ട്മെന്റുകൾ അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്താ, റെഗുലേറ്ററി നീഡ്സ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തിലുള്ള ജീവനക്കാരെ എന്ത് ചെയ്യുക, നിയമിക്കുക. ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയിൽ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. Then these professionals can find work in a variety of healthcare organizations. ഈ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഈ ജോലി കണ്ടെത്താനായിട്ട്, ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിന് ജോലി കണ്ടെത്താനായിട്ട് പല വിധത്തിലുള്ള വെറൈറ്റി ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, പല ആരോഗ്യ സംഘടനകളിലും ഇവർക്ക് ജോലി കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്, ഹോസ്പിറ്റൽസിൽ ജോലി കണ്ടെത്താം,
ക്ലിനിക്കുകളിൽ ജോലി കണ്ടെത്താം. കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസികളിലെല്ലാം ജോലികൾ കണ്ടെത്താവുന്നതാണ്. അപ്പൊ നോക്കി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ സുഗമമായി നടക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ കുറച്ച് റോളുകൾ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യേണ്ടതായിട്ട് വരുന്ന, ചിലവര് മാത്രം ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു റോൾ അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് നേരിട്ട് പേഷ്യൻസിന്റെ അല്ലെങ്കിൽ രോഗി പരിചരണത്തിൽ നേരിട്ട് ഇടപെടേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ പല ഹോസ്പിറ്റലുകളിലും ചെറിയ രീതിയിൽ മാത്രമേ പേഷ്യൻസുമായിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടാവാറുള്ളൂ. എന്നാൽ ചില സ്ഥലങ്ങളിൽ പേഷ്യൻസുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവാതെയും വരാറുണ്ട്. ഇനി ഇവരുടെ പ്രധാന കുറച്ച് വെറൈറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. രണ്ടാമതായിട്ട് പറഞ്ഞ അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ ഉറപ്പുവരുത്തുക. മൂന്നാമതായി പറഞ്ഞ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക. നാലാമതായി പറഞ്ഞ നല്ല ക്വാളിറ്റിയിലുള്ള, നല്ല യോഗ്യതയുള്ള, നല്ല അനുഭവ പരിചയമുള്ള, നല്ല ഗുണനിലവാരത്തിലുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാരെ നിയമിക്കുക. ഈ പറയുന്ന പ്രൊഫഷണൽസിന് ഏതൊക്കെ പല ആരോഗ്യ മേഖലകളിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആരോഗ്യ സംഘടനകളിൽ വർക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ജോലി കണ്ടെത്താവുന്നതാണ്. ഹോസ്പിറ്റലുകളില്, ക്ലിനിക്കുകളില്, കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെന്റ് ഏജൻസികളിലെല്ലാം ജോലികൾ കണ്ടെത്താവുന്നതാണ്. ക്ലിയർ ആണോ ആ ഒരു പാരഗ്രാഫ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് hospital administrators coordinate all departments within a healthcare facility to make sure that they function as a whole. ഇനി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റും, അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ആരോഗ്യ പരിപാലന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ശരിയായി കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുകയും ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഒരു മൊത്തത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രമല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ശരിയായി ഏകോപിപ്പിക്കുകയും അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുകയും ആ ഹോസ്പിറ്റൽ മൊത്തത്തിൽ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ആൻഡ് പ്രൊഫിഷ്യൻസി ഈസ് നീഡഡ് ടു എക്സിക്യൂട്ട് പ്ലാൻ, ഓർഗനൈസ്, direct and monitor the outcomes of medical and health services. അല്ലെ? ആരോഗ്യപരമായ സേവനങ്ങള്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്, വൈദ്യശാസ്ത്രപരവും ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. എക്സിക്യൂട്ട് പ്ലാനുകൾ നടപ്പിലാക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്യുക, നിർദ്ദേശങ്ങൾ നൽകുക, ആൻഡ് മോണിറ്ററിങ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടങ്ങൾ വഹിക്കുക. അതിന്റെ ആ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു ഫലങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിരീക്ഷിക്കുക അല്ലെങ്കിൽ മോണിറ്ററിങ് ചെയ്യുക. ഇതിനെല്ലാം കഴിവുള്ളവരായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരവും ആരോഗ്യപരമായിട്ടുള്ള ഒരു സർവീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ നടപ്പിലാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, അതുപോലെ അതിന്റെ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഔട്ട്കംസ് അല്ലെങ്കിൽ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നിരീക്ഷിക്കുക. ഇതിനെല്ലാം കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. The role of a hospital administrator differ from one institution to the next. ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തുമ്പോൾ വ്യത്യാസമായിരിക്കും. എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല റോൾ എന്ന് പറയുന്നത്. അല്ലെ? ഒരു സ്ഥാപനവും മറ്റൊരു സ്ഥാപനവും കൺസിഡർ ചെയ്യുമ്പോൾ വ്യത്യാസമായിരിക്കും. Then the duties most often include ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ താഴെ കൊടുത്തിരിക്കുന്നവയാണ്. ഇത് കൂടാണ്ട് മറ്റു ഡ്യൂട്ടീസും വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ഡ്യൂട്ടീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. Serving as contact among governing boards, medical staff and department heads. ആരൊക്കെ തമ്മിൽ ഒരു നല്ല സമ്പർക്കം പുലർത്തണം എന്നാ പറഞ്ഞത്? ഗവേണിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട്,
ഡിപ്പാർട്ട്മെന്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെന്റെയും ഹെഡ് അല്ലെങ്കിൽ തലവന്മാരുമായി ബന്ധപ്പെട്ട് നല്ലൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ സമ്പർക്കം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പുലർത്തിയിരിക്കണം. രണ്ടാമതായി പറയുന്നത് റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് nurses, doctors and assistant administrators. നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും സെലക്ട് ചെയ്യുക. ഒരു ജോലി, അവർക്കൊരു പൊസിഷൻ വേക്കന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള നഴ്സിനെയോ ഡോക്ടേഴ്സ് ആണോ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണോ വേണ്ടത്, അവരെ സെലക്ട് ചെയ്യുക, നിയമിക്കുക, അവരുടെ ബാക്കിയുള്ള വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അസസ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക. Then മൂന്നാമതായി പറയുന്നത് എന്താ? ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, controlling and coordinating services as directed by the hospital board. Hospital board നിർദ്ദേശിച്ച പ്രകാരമുള്ള സേവനങ്ങള് അല്ലെങ്കിൽ സർവീസുകള് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്യുക, നിർദ്ദേശങ്ങൾ നൽകുക, നിയന്ത്രണങ്ങൾ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക, ആൻഡ് കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കുക. Then last next okay, supervising the creation and the implementation of programs and policies for patient services, quality assurance, public relations outreach and departmental activities. ഇനി എന്താണ് ചെയ്യേണ്ടത്? പേഷ്യൻസിന്റെ സർവീസുമായി ബന്ധപ്പെട്ട്, പേഷ്യൻസിന് നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ലാസ്റ്റ് പോയിന്റ്, അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. എന്താണ്? ശാസ്ത്രപരമായ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ ഗവേഷണങ്ങൾ നടത്താനും, പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസീസ് പ്രിവെന്റ് ചെയ്യുക, ഡിസീസസ്, ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകള്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യുക? എക്സ്പാൻഡിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ അഡ്വാൻസിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും എന്താ സർവീസും ഒക്കെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഭാഗമായിട്ട് അവരെന്താണ്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനുള്ളിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നന്നായി ഏകോപിപ്പിക്കുകയും ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതുപോലെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ആരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സർവീസുകൾ നടപ്പിലാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ നടപ്പിലാക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക, നിർദ്ദേശങ്ങൾ നൽകുക, മോണിറ്റർ ദ ഔട്ട്കം, അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന റിസൾട്ട് അല്ലെ ഔട്ട്കം അതെങ്ങനെയാണെന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് ആരുടെ കഴിവാണ് അല്ലെങ്കിൽ ആരുടെ ചുമതലയിൽ വരുന്നതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നല്ല കഴിവുണ്ടായിരിക്കണം. Through the role of എന്താ പറഞ്ഞേ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോള് ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിൽ എത്തുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? സെർവിംഗ് ആസ് കോണ്ടാക്ട് among ഗവേണിംഗ് ബോർഡ്സ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഭരണസമിതി അതുപോലെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളോടും ആ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡ് അല്ലെങ്കിൽ തലവന്മാരോടും ഒക്കെ നല്ലൊരു സമ്പർക്കം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പുലർത്തണം. രണ്ടാമതായി പറഞ്ഞത് ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം, ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, അവരുടെ ആരാണോ അവിടെ വേക്കൻസി വരുന്നത് അവരുമായി ബന്ധപ്പെട്ട ആരുടെ വേക്കൻസി വന്നാലും അവരെ നന്നായി കൃത്യമായിട്ടുള്ള യോഗ്യരായവരെ തിരഞ്ഞെടുക്കുക, അവരെ നിയമിക്കുക, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തുക. അതാര് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് എന്താ
പറഞ്ഞേ? ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള സേവനങ്ങൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക, നിർദ്ദേശങ്ങൾ നൽകുക, നിയന്ത്രണങ്ങൾ നടത്തുക, എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കുക. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? പേഷ്യൻസിന്റെ സർവീസ്, പേഷ്യൻസിന് കൊടുക്കുന്ന സേവനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട്, പബ്ലിക് റിലേഷൻസ് നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട്, ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നതുമായി ബന്ധപ്പെട്ട പോളിസീസും പ്രോഗ്രാമുകളും ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വികസിപ്പിക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും അതിനാവശ്യമായ എല്ലാ മേൽനോട്ടങ്ങളും വഹിക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? നമ്മുടെ സയന്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ ഗവേഷണങ്ങൾക്കും പ്രിവെന്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഡിസീസ് അല്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഒക്കെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ അതെങ്ങനെയാണ് അഡ്വാൻസ്ഡ് ആൻഡ് എക്സ്പാൻഡഡ് ആണ്, വളരെ അഡ്വാൻസിങ് ആയിട്ടുള്ള വിപുലീകൃതമായിട്ടുള്ള പ്രോഗ്രാമുകളും സർവീസുകളും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാണ്ട് അതൊന്നും കണക്ട് ചെയ്ത് പറയുന്നതാണ്. അപ്പൊ അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇന്നിപ്പോ എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ ആണോ? ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തതൊക്കെ പോയി വായിച്ചായിരുന്നോ? വീട്ടിലിരുന്ന് അന്ന് തന്നെ വായിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കാം കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.